ഹലോ, നമ്മളിന്ന് ഈ ഒരു ടൈപ്പിലുള്ള മിനി ബാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ 3 കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ബ്ലാക്ക് കൊണ്ടൊരു മാജിക് റിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു മാജിക് സർക്കിൾ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സർക്കിളിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ആ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റിച്ചിന് വേണ്ടിയിട്ട്, ബേസിക് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന 8 ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ഈ മാജിക് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണാം അവിടെ ഒരു ഹോള് പോലെയുണ്ട്. അപ്പോൾ ആ ഹോള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ചെറിയ റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കതവിടെ എൻഡ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് അടുത്ത ത്രെഡ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും 2-3 ത്രെഡ്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ നടുക്കുള്ള ഭാഗമാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൺഫ്ലവറാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള 8 ഡബിൾ ക്രോഷിയക്കകത്തും കൂടെയും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഡബിൾ ക്രോഷിയക്കകത്തും 2 ഡബിൾ ക്രോഷിയ വീതം ഇട്ടിട്ട് ടോട്ടൽ 8 ഉള്ളത് നമ്മളിപ്പോൾ 16 ആക്കി എടുക്കുകയാണ് റൗണ്ട് 2 ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനകത്തും 2 ഡബിൾ ക്രോഷിയ വീതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൺഫ്ലവറിൻ്റെ നടുവിൽ വരേണ്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൗണ്ട് ഷേപ്പ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിർത്താം. അതിനുശേഷം നമ്മളിനി ഫ്ലവറിൻ്റെ പോർഷൻസിലേക്കാണ് കടക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു യെല്ലോ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. ഇനി അത് ആ കളർ ജോയിൻ ചെയ്യാം. അപ്പോൾ പല ടൈപ്പിൽ ജോയിൻ ചെയ്യുന്നതായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് പഫ് സ്റ്റിച്ചാണ്. അപ്പോൾ അത് ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ ആ സൂചിക്കകത്തേക്ക് നൂലിങ്ങനെ കോർത്തെടുക്കുന്നത് പോലെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി ചെയ്ത ഡബിൾ ക്രോഷിയൻ്റെ ചെയിൻ സ്റ്റിച്ചിനകത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം അതവിടെ ഒരു നോട്ട് ഇട്ടിട്ട് നിർത്തും. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടും. പിന്നെയും അടുത്തതിലേക്ക് നമ്മൾ ഇതേപോലെ പഫ് സ്റ്റിച്ച് ഇടും. അപ്പോൾ ഈ റൗണ്ട് മൊത്തമായിട്ട് നമ്മൾ ഇത്രയും പഫ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റൗണ്ടും നമ്മൾ യെല്ലോ തന്നെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഇവിടെ എൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് തുടങ്ങാം. ഇതിൽ മറന്നു പോവാതെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ചെയിൻ ഓരോ സ്റ്റിച്ച് കഴിഞ്ഞാലും അടുത്ത ചെയിൻ ഇടണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ആ യെല്ലോനെ കൊണ്ട് തന്നെ ഒരു റൗണ്ടും കൂടെ മടഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഇതേപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിൻ്റെ പകുതി ചെയ്യുക. അതിനുശേഷം ത്രെഡ് ഒരു പ്രാവശ്യം അവിടെ ബാക്കി വെക്കുക. വീണ്ടും ഇതേപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാക്കുക. പക്ഷേ ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി മാത്രം എടുത്താൽ മതി. ഇങ്ങനെ നമ്മളൊരു 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം ആണ് ബാക്കിയുള്ള നമ്മുടെ സൂചിക്കകത്ത് കുറേ ത്രെഡ് ബാക്കിയുണ്ട്. അതിനകത്തേക്ക് കൂടി എല്ലാം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ ഒരു നോട്ടിട്ട് നിർത്തുക. വീണ്ടും നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. പിന്നെയും നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യൻ്റെ പകുതി ചെയ്യുക. വീണ്ടും ആ ഡബിൾ ക്രോഷ്യ പോലെ തന്നെ ചെയ്യുക. പക്ഷേ ഫസ്റ്റത്തെ 2 എണ്ണത്തിനുള്ളിൽ കൂടി മാത്രമേ നമ്മൾ പുറത്തെടുക്കാൻ പാടുള്ളൂ. ഇങ്ങനൊരു 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മുടെ സൂചിക്കകത്ത് 6 ത്രെഡ് ഉണ്ടാവും. 6 ത്രെഡിൻ്റെ ഉള്ളിലേക്ക് കൂടിയും ഒരുമിച്ച് വലിച്ചെടുത്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ആ ഒരു പെറ്റൽ ഷേപ്പിലുള്ള കാര്യങ്ങളും കൂടെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ കംപ്ലീറ്റ് ആവും. ഇനി അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് നമ്മുടെ ഗ്രാനി സ്ക്വയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്രാനി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് സർക്കിൾ ഷേപ്പിലാണുള്ളത്. നമ്മളതിനെ സ്ക്വയർ ഷേപ്പിലേക്ക് ഇനി മാറ്റണം. അപ്പം ഞാനിവിടെ ഒരു ഓഫ് വൈറ്റ് കളറിൽ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഇടുന്നത്. ഇനി ഓരോന്നിൻ്റെയും ഗ്യാപ്പിലേക്ക് ആദ്യം ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നത് കോർണറായിട്ടാണ് വരിക. നമ്മുടെ സ്ക്വയറിൻ്റെ കോർണറായിട്ടാണ് വരിക. അപ്പം നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യാണ് വേണ്ടത്. ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ഇവിടെ നമ്മൾ 1 ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അടുത്തതിൽ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യാണ്. 3 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിന്, പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇടുക. അടുത്തതിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് വശമായി. അടുത്തതിൽ നമ്മൾ ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്രോഷ്യാണ്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്ന സൈഡെല്ലാം എപ്പോഴും കോർണേഴ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് ആ പാറ്റേൺ ഒന്ന് നോക്കാം. ആദ്യം ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. അതിനുശേഷം 3 സെറ്റ് ഓഫ്
ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്, കാരണം അത് കോർണർ എത്തി. അപ്പം 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അവിടെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സെയിം ഹോളിലേക്ക് തന്നെ വീണ്ടും നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ആ കോർണർ കറക്റ്റ് ആവുന്നത്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യേസ് 3 ചെയ്യാം, വീണ്ടും കോർണർ വരും. അപ്പോൾ കോർണറിൽ ട്രിപ്പിൾ ക്രോഷ്യയുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു റോ ഓഫ് നമ്മുടെ ഗ്രാനി സ്ക്വയർ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോർണേഴ്സ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ക്രോഷ്യ തന്നെ ഇടണം, ഡബിളും ട്രിപ്പിളിൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ അതേപോലെ നമ്മുടെ ബാഗിന് എത്ര സൈസ് വേണോ അത്രയും റോസ് നമ്മൾ ഇതേപോലെ ഗ്രാനി സ്ക്വയറിന് ചെയ്യണം. അപ്പം ഞാൻ ആവശ്യത്തിന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ലെങ്ത്ത് മാത്രം എനിക്ക് കൂട്ടിയാൽ മതി. അതിന് ചെയ്യുന്ന ഞാൻ സിംഗിൾ ക്രോഷ്യേസ് ആണ്. ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ആ സൈഡിലേക്ക് നമ്മൾ ഇതിൻ്റെ സൈസ് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ സിംഗിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ആ സിംഗിൾ ക്രോഷ്യം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 പീസാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇതിനൊരു ലൈനിങ് പീസും കൂടെ വെച്ചിട്ടുണ്ട്, കാരണം അത് കുറച്ച് ഗ്യാപ്പുള്ള ടൈപ്പ് സ്റ്റിച്ചല്ലേ വന്നത്, അതുകൊണ്ട് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു പീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോർമൽ ടൈപ്പിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സൂചിയും നൂലും എടുത്തിട്ട് തന്നെയാണ് ഞാൻ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രോഷ്യ നീഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 3 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഇവിടെ റെഡിയായി. ബാഗ് റെഡിയായിട്ട് നമ്മളതിന് ചെയ്യേണ്ടത് ഒരു സൺഫ്ലവറും കൂടെ നമുക്കിതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ മാജിക് സർക്കിൾ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം പഫ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അടുത്തത് ചെയ്യുന്നത്. ആ ഒരു ഫ്ലവറും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ത്രെഡ് എടുത്തിട്ട് ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹാൻഡിൽ പോലെ വെക്കാം. അപ്പം ഇതിന് നമ്മൾ ബട്ടൺസോ സിബോ അങ്ങനെയൊന്നും വെക്കുന്നില്ല, പകരം ഈ ഒരു ഗ്രീൻ ത്രെഡ് കൊണ്ടാണ് ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് മാത്രമുള്ള ഒരു ഗ്രീൻ ത്രെഡ് എടുത്തിട്ട് ഈ ഒരു സ്റ്റൈലിൽ ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ആ ഫ്ലവറും കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാഗ് ഇവിടെ സെറ്റായി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കോമ്പിനേഷൻസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക്